കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധം തുടരുന്നു. സമരം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വർഷ, മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നതിൻ്റെ പേരിലാണ് നഴ്സിംഗ് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ പ്രതിഷേധം നടക്കുന്നത്. എന്താണ് നിലവിൽ ആശുപത്രി അധികൃതർ പറയുന്നത്? 5ാം ദിവസവും സമരം നടക്കുമ്പോൾ ഒരു അനുകൂലമായ ഒരു കാര്യം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ സീനിയർ നഴ്സ് PB അനിതയെയാണ് ഇപ്പോൾ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത്. DME പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവരെ റദ്ദാക്കി, അതായത് ഇവരുടെ സ്ഥലമാറ്റ നടപടി റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അനുകൂലമായി നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഈ 2023 മാർച്ച് 1-നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിജീവിതയ്ക്ക് നേരെ പീഡനശ്രമം ഉണ്ടാകുന്നത്. ഇതിന് അനുകൂലമായി മൊഴി നൽകിയതായിരുന്നു നഴ്സ് PB അനിത. അതിനുശേഷം ഇവരുടെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ ഈ സ്ഥലം മാറ്റം റദ്ദ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നടപ്പാക്കുന്നില്ല എന്നാണ് നഴ്സിന്റെ പരാതി. അതായത് ഉത്തരവുണ്ടായിട്ട് പോലും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നഴ്സിന്റെ ആരോപണം. ഇത് സംബന്ധിച്ചാണ് ഇവിടെ ഇപ്പോൾ സമരം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അനിതയോട് തന്നെ ചോദിക്കാം. ഇപ്പം ഈ ഒരു ഉത്തരവ് ഉണ്ടായിട്ടും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള യാതൊരു നടപടിയും ഇവിടെ അധികൃതർ നിന്ന് സ്വീകരിക്കുന്നില്ലേ? ഇല്ല, ഇവിടെ പ്രിൻസിപ്പൽ ഓഫീസിൽ വന്ന് ചോദിക്കുമ്പോൾ അവർ പറയും DME ഉത്തരവ് വരണം. DME ചോദിക്കുമ്പോൾ പറയും സർക്കാരിൽ നിന്ന് ഉത്തരവ് വരണം. അപ്പം ഹൈക്കോടതിയുടെ വിധി ഇവരൊന്നും മാനിക്കുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഏതായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതി ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സമരവുമായിട്ട് എൻ്റെ സംഘടന KGNU സംഘടന സമരം കടുത്ത നിലപാടിലേക്ക് സമരമായിട്ട് മുന്നോട്ട് പോകും. അതേസമയം ഈ റദ്ദ് ചെയ്ത നടപടിയിൽ പുനർപരിശോധന വേണമെന്ന് പറഞ്ഞിട്ട് സർക്കാരും അപ്പീൽ നൽകാൻ പോകുന്നു. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പീൽ നൽകാൻ പോകുന്നു എന്ന് കേട്ടതേ ഉള്ളൂ, അറിയില്ല. സർക്കാർ അങ്ങനെ ചെയ്താൽ എനിക്കും നിയമ നടപടി സ്വീകരിക്കാനല്ലേ മാർഗമുള്ളൂ. ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതേ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നഴ്സ് അനിതയുടെ തീരുമാനം. ഇനി അനിതയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിജീവിതയും ഈ സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പം തങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം PB അനിതയെ ജോലിയിൽ തിരിച്ച് പ്രവേശിപ്പിക്കാത്ത ഒരു നടപടിയുള്ളത്. എന്താണ് ഇതിൽ ഞാൻ ഇവരോട് ഒപ്പം തന്നെയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ തന്നെ അവർക്ക് ജോലി തിരികെ പ്രവേശിക്കുന്ന അവർ കൂടെ ഈ പ്രതിഷേധത്തിന് ഞാൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരോട് ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനൊരു പീഡനം നടക്കാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു NGO യൂണിയൻകാരിയായിട്ട് വേണം ഇവിടെ അഡ്മിറ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു രോഗിയായിട്ട്, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുക. ഞാനൊരു സാധാരണ സ്ത്രീ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം എന്നെ ഒരു NGO യൂണിയൻകാരന് പീഡിപ്പിച്ചു. പക്ഷെ അതിൽ അയാളെ അയാൾക്കുള്ള ശിക്ഷ കൊടുക്കാതെ ഇപ്പോഴും എന്നെയാണ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത്, ഈ 5 പേർക്കെതിരെ പരാതി കൊടുത്തത് അവർ NGO യൂണിയൻകാരനായതുകൊണ്ടാണെന്നാണ് അവർ പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചപ്പോൾ ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്. എനിക്കൊരു യൂണിയനും ഇല്ല, ഒരു പാർട്ടിയും ഇല്ല. ഞാനൊരു സാധാരണ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്. അപ്പം ഞാൻ ഏത് യൂണിയൻകാരനായതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ ചെയ്യേണ്ടത്? അപ്പം അവർ പറയുന്നതിന് എന്തെങ്കിലും ഒരു പൊരുൾ വേണ്ടേ? അപ്പം അവർ എത്തരത്തിൽ ഈ കേസ് എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ചെയ്യുന്നതാണ് ഈ പ്രവൃത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സിസ്റ്ററിനോട് ഇങ്ങനെ ഒരു ക്രൂരത അവർ ചെയ്യുന്നത്. അതെ, എന്തായാലും ഈ നിയമ നടപടിയും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഴ്സ് PB അനിതയുടെയും അതിജീവിതയുടെയും തീരുമാനം. ഈ സമരം ഇപ്പോൾ 5ാം ദിവസത്തിലേക്കും കടക്കുന്നത്. ഇവരുടെ ആവശ്യം ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തന്നെ തിരിച്ച് പ്രവേശിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല എന്നാണ്. ഇതിനെതിരെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാരും ഇതിനെതിരെ ഒരു നടപടിയും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ സ്ഥലമാറ്റം റദ്ദ് ചെയ്ത വിധി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് അത് സംബന്ധിച്ചാണ് സർക്കാർ അപ്പീൽ നൽകാൻ പോകുന്നത്. എന്ത് തന്നെയായാലും തിരിച്ച് പ്രവേശിപ്പിക്കുന്നത് വരെ സമരം തുടരും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നഴ്സ് PB അനിതയും മറ്റ് അതിജീവിതയും പറയുന്നത്. ശരി, വർഷയാണ് വിവരങ്ങൾ നൽകിയത്.